ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ മോഡൽ ഡിസയർ ആണ് നമ്മളപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പരിചയപ്പെടാം. ഇത് ടോപ്പ് എൻഡ് വാഹനമാണ്, ZXi പ്ലസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഓൺ റോഡ് പ്രൈസ് ആണ് ആദ്യം പരിചയപ്പെടുന്നത്. AGS ആണ്. 12,38,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എന്നാൽ ഇത്രയും നാൾ നമുക്ക് ₹1 പോലും കൺസ്യൂമർ ഓഫർ ഇല്ലായിരുന്നു. ഇപ്പോൾ 10,000 രൂപയാണ് കൺസ്യൂമർ ഓഫർ വന്നിരിക്കുന്നത്. അപ്പോൾ 12,28,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ എക്സ്റ്റീരിയറും നമുക്ക് ഫുള്ളായിട്ട് ആദ്യം ഒന്ന് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കളറാണ് എടുത്തു പറയേണ്ടത്. ഗാലൻ റെഡ് ആണ്, അടിപൊളി കളറാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന പുതിയ മോഡൽ ഡിസൈൻ്റെ ഉൾവശത്താണ് നമ്മളിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് തൊട്ട് തുടങ്ങാം. സ്റ്റിയറിംഗ് വരുന്നത് ടിൽറ്റ് മോഡൽ സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇപ്പോൾ വരുന്നത്. അതായത് നമുക്ക് മുകളിലോട്ടും താഴോട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ നമുക്ക് ഇതിനകത്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ നമ്മളെ മ്യൂസിക്കിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കോൾ അറ്റൻഡിങ്, ആൻസറിങ്, എൻഡിങ് എല്ലാം വരുന്നുണ്ട്. പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. നമ്മൾ ഹൈ സിറി പോലെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്റ്റീരിയോ പറയുമ്പോൾ നമുക്ക് ഡ്രൈവറിനെ ഫോക്കസ് ചെയ്താണ് സ്റ്റീരിയോ വെച്ചേക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവർക്ക് തന്നെ നമുക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള സ്റ്റീരിയോയും കാര്യങ്ങളുമാണ് ഇപ്പോൾ വന്നേക്കുന്നത് പറഞ്ഞാൽ. പിന്നെ ഇത് AC-യുടെ കൺട്രോളാണ് ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. AC-യുടെ കൺട്രോളെല്ലാം ഇപ്പോൾ ഒരു ന്യൂ മോഡൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫോണിലും നമുക്ക് വയർലെസ് ചാർജിങ് വരും. പിന്നെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്, ഓട്ടോമാറ്റിക് ഗിയർ ഫംഗ്ഷനാണ് വരുന്നത്. പിന്നെ തന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ A ടൈപ്പ് ചാർജിങ്ങും C ടൈപ്പ് ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. പിന്നെ റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് സൈഡിൽ ഡോർ പാഡ് നോക്കുവാണെങ്കിൽ ഡോർ പാഡിൽ വരുന്ന 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ മിറർ ഫോൾഡിങ്ങിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നമ്മൾ ഈ 360 ഡിഗ്രി ക്യാമറ ഫംഗ്ഷൻ വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ളൊരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചാണ്. പിന്നെ നമ്മൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് പുഷ് സ്റ്റാർട്ട് എഞ്ചിനാണ് വരുന്നത്. പുഷ് സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടണാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഇത് ഐഡിയൽ സെറ്റം സബ് സിസ്റ്റത്തിൻ്റെ ഒരു ബട്ടണാണ് വരുന്നത്. ഇത് നമ്മളെ മിറർ ഇതല്ല, ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ സ്വിച്ച് വരുന്നത്. പിന്നെ നമുക്ക് പുതിയതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഡിക്കി ബോണറ്റിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരുന്നുണ്ട്. പെട്രോൾ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ഇവിടെയാണ് വരുന്നത്. ഇതാണ് പുതിയ മോഡൽ ഡിസൈറിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സൺറൂഫ് വരുന്നുണ്ട്. ഒരു മാനുവലി ഉള്ളൊരു സൺറൂഫും പിന്നെ ഒരു ഇലക്ട്രിക്കിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. മുകളിൽ മറ്റേ നമ്മൾ ലൈറ്റിൻ്റെ അടുത്താണ് ഇലക്ട്രിക്കിൻ്റെ സ്വിച്ച് വരുന്നത്. ഇതിന് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ സൈഡിൽ വന്ന് കാണിച്ചു തരാം. ഈ വരുമ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പുതിയതായിട്ട് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ് നമുക്ക് വരുന്നത്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്, റിവർ വരുന്നുണ്ട്. ഇത് നമ്മളെ ചാരിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ് വരുന്നത്. ഇതാണ് ഈ സൈഡിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ നമുക്ക് ഇത് പെട്രോൾ ടാങ്കിലിട്ട് നോർമലി തന്നെ വരുന്ന പോലെയാണ് പെട്രോൾ ടാങ്കിലിട്ട് താഴെയാണ് വരുന്നത്. നമുക്കിനി ഡിക്കി സ്പേസ് വെക്കാം. ഡിക്കി സ്പേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അൺലോക്ക് ചെയ്ത് ഡിക്കി ബാക്കിലാണ് ഡോർ വീട് വരുന്നത്. ഡിക്കിയുടെ സ്പേസ് പറയുമ്പോൾ ഡിക്കി നല്ല ബൂട്ട് സ്പേസ്, അടിപൊളി ബൂട്ട് സ്പേസ് ആണ് ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ. നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഇത് പുതിയ സ്റ്റെപ്പിനും കാര്യങ്ങളും ഇതിൻ്റെ അടിയിൽ തന്നെ വേണ്ടത്. പിന്നെ വേറെ പറയാനായിട്ട് പുതുതായിട്ട് നമുക്ക് ഡിസയറിന് വന്നിരിക്കുന്നത് ഡിക്കി സ്പോയിലർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇമ്പിൾഡാൻ തന്നെ ഡിക്കി സ്പോയിലർ വരുന്നത്. പിന്നെ ടെയിൽ ലാമ്പ്, പുതിയ മോഡൽ ടെയിൽ ലാമ്പാണ് വരുന്നത്. സൈഡ് എഡ്ജിങ്ങുള്ള പുതിയ മോഡൽ ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇൻബിൽഡ് ചെയ്തേക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ഷാർക്ക് ആൻറ്റിന, പുതിയ ഡിസയറിൽ ഇപ്പോൾ ഷാർക്ക് ആൻറ്റിനയാണ് വന്നിരിക്കുന്നത്. മറ്റേ നോർമൽ വരുന്നില്ല, ഷാർക്ക് ആൻറ്റിനയാണ് ഇപ്പം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസയറിൻ്റെ ഫ്രണ്ട് പോർഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ പറയണത് ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഹെഡ്ലൈറ്റാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. DR ഹെഡ്ലൈറ്റാണ് വരുന്നിരിക്കുന്നത്. ഒരു ലൈൻ ഹെഡ്ലൈറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പും പുതിയൊരു ഡിസൈനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്രോം ഫിനിഷിലാണ് ഇവിടെ വരുന്നത്. ഫ്രണ്ട് ലോഗോയും ക്രോം ഫിനിഷിൻ്റെ ഒരു ലൈനും വരുന്നുണ്ട്. ഇതാണ് പുതുതായിട്ടുള്ള ഡിസയറിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത്. ഇതിൻ്റെ അലോയ്സ് എന്ന് പറയുന്നത് 15 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. പ്രിസിഷൻ കട്ട് 8 സ്പോക്ക് അലോയ്സ് ആണ് ഇപ്പോൾ വരുന്നത്. പുതുതായിട്ട് നമുക്ക് ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇന്ത്യയിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഫോൾഡബിൾ ഉള്ള ORVM ആണ് വരുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയും ഇതിനോട് തന്നെ വരുന്നുണ്ട്. ഫുൾ വ്യൂ നമുക്ക് ഇതിനോട് കിട്ടുകയും ചെയ്യും. അകത്തിരുന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ ചുറ്റുമുള്ള ഒരു 360 ഡിഗ്രി ടോപ്പ് വ്യൂ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് പുതിയ ഡിസയറിൽ വരുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ഡിസയറിൻ്റെ പുതിയ ഇൻറ്റീരിയറാണ്. റിയർ സീറ്റിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്.
ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ലെഗ് സ്പേസ് ആണ്. ലെഗ് സ്പേസ് ഏകദേശം നല്ലൊരു ലെഗ് സ്പേസ് ആണ് ഇപ്പോൾ പുതിയ ഡിസൈറിൽ വന്നിട്ടുള്ളത്. ഏകദേശം നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുതുതായിട്ട് ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ലൊരു യാത്രാ കംഫർട്ടാണ് വരുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റിയർ AC വെൻറ്റും വരുന്നുണ്ട്. റിയർ AC വെൻ്റാണ് വരുന്നത്. അത് പിന്നെ ചാർജിങ് പോർട്ട് C ടൈപ്പും A ടൈപ്പും ചാർജിങ് പോർട്ടും C ടൈപ്പ് ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഹോൾഡർ ഉണ്ട്, എല്ലാം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ചാർജ് ചെയ്ത് തന്നെ മൊബൈൽ ഹോൾഡർ നമുക്ക് ഇവിടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ പുതിയ നമ്മൾ ഏറ്റവും പുതുതായിട്ടൊരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടൊരു ആയിട്ടുള്ള പുതിയ ബേബിക്കായിട്ടുള്ളൊരു കിറ്റ് ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട് ഒരു ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്. ഇപ്പോഴത്തെ പുതിയ റൂൾസ് പ്രകാരം ബാക്കിൽ സീറ്റ് ബെൽറ്റും ഇടണം. കസ്റ്റമർ ഇട്ടേ പറ്റൂ. സേഫ്റ്റിക്കാണ് മെയിനായിട്ട്, സേഫ്റ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്. 6 എയർ ബാഗാണ് തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. സീറ്റ് ബെൽറ്റും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റ് ഉറപ്പാണ്. വാർണിംഗ് ലൈറ്റ് നമ്മൾ കാണിക്കും. അതിൻ്റെ ഇൻഡിക്കേഷനും അതുപോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അതൊരു 10 മിനിറ്റോളം കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ബാക്കിലൊരു റീഡിംഗ് ലൈറ്റും പുതുതായിട്ടുള്ള ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല റീഡിംഗ് ലൈറ്റാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ മോഡൽ ഡിസൈറിൽ വന്നിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. ഇതിൽ ഒരു കാര്യം പറയാൻ മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 6 എയർ ബാഗ് ഡിസൈറാണ്. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ മോഡൽ ഡിസൈർ എന്ന് പറയുന്നത്. 5 സ്റ്റാർ റേറ്റിംഗും 6 എയർ ബാഗും. അത് മസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് പറയേണ്ട കാര്യമാണ് അത് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഓഫറും കാര്യങ്ങളും പറയാം. ഓഫർ പറയുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് GST വേരിയേഷനാണ്. ഇപ്പോൾ പുതിയ GST റൂൾ അനുസരിച്ച് നമുക്ക് പ്രൈസ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ഏകദേശം ഒരു 60,000 രൂപ അടുപ്പിച്ച് നമുക്ക് ഈ വണ്ടിയിൽ പ്രൈസ് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 22-ാം തീയതി വരെ കാത്തിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ 22-ാം തീയതിക്ക് ഒന്നേ വന്ന് സാരഥി പാലച്ചിറയിൽ വന്ന് ഓരോ ഡിസൈർ മേടിച്ചുകൊണ്ട് പോകും. നമുക്കിപ്പോൾ ഡിക്കി ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ ഡിക്കിയിൽ നമ്മൾ കീയിൽ തന്നെ ഡിക്കി ഓപ്പണറുണ്ട്. ഡിക്കി ഓപ്പൺ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നമുക്ക് ജസ്റ്റ് 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ തന്നെ ഡിക്കി ഓപ്പൺ ആവുന്നുണ്ട്. പുതിയൊരു ഫീച്ചറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.